പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ആലപ്പുഴയുള്ള നമ്മുടെ ബീച്ചിന് സൈഡിൽ ബീച്ച് ഡേ എന്നും പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതായിരുന്നു. നമ്മൾക്ക് ആലപ്പുഴ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയിച്ച് വന്നിട്ട് നമ്മൾ കയറിയ ഒരു ഊണ് കഴിക്കാൻ കയറിയ ഒരു ഇടമാണ്. ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. വിശന്ന് കണ്ണ് കറങ്ങിയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കട കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ ചോറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കക്കയും പിന്നെ നമ്മുടെ കൂന്തലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഊണിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അവിയലാണെങ്കിലും നല്ല കൂന്തൽ റോസ്റ്റൊക്കെ ആണെങ്കിലും പിന്നെ നമ്മുടെ കക്കയൊക്കെ ആണെങ്കിൽ കക്ക ഫ്രൈ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 500 സംതിങ്ങിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലെമൺ ജ്യൂസും എല്ലാം കൂടെ ചേർത്തിട്ടാണേ. അപ്പം റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് മീൻകറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ പച്ചടി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മീൻകറി എന്നൊക്കെ വറുത്തരച്ച മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കറിയൊക്കെ തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം 2 ലെമൺ ജ്യൂസും കൂടെ കുടിച്ചു. നല്ല ഫുഡായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തോട്ടപ്പള്ളിയിലേക്ക് പോവുകയാണേ. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ചക്ക മേടിക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ വളഞ്ഞ വഴി ആ ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നത്. 1 കിലോയ്ക്ക് 40 രൂപയായിരുന്നു വില കേട്ടോ. അപ്പം ചക്ക കൂടാതെ അവിടെ പല പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു കിലോയ്ക്ക് 40 രൂപയായിരുന്നു. അപ്പം നമ്മളൊരു 250 രൂപയുടെ ഒരു ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ചക്ക. അപ്പോൾ ഈ ചക്കയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇനം കൂഴച്ചക്കയും വരിക്കച്ചക്കയും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വരിക്കച്ചക്കയാണ് കൂടുതലുണ്ടായിരുന്നത്. ഞങ്ങൾ വരിക്കച്ചക്കയാണ് മേടിച്ചത് കേട്ടോ. അപ്പം വരിക്കച്ചക്ക മാത്രമല്ല പല പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പുളി, കൊടംപുളി, പിഴുപുളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അച്ഛനാണ് ഇന്ന് ചക്ക മുറിക്കുന്നത് കേട്ടോ. അപ്പം അച്ഛൻ ചക്കയൊക്കെ വെട്ടി തന്നു. നല്ല അടിപൊളിയായിട്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ ചക്ക പൊളിച്ചു വന്നു കേട്ടോ. ഒത്തിരി അങ്ങ് പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. തിന്ന് നോക്കിയപ്പോൾ നല്ല മധുരവും ഉണ്ടായിരുന്നേ. അപ്പം അച്ഛൻ പറയുന്നത് നാളെ ആകുമ്പോഴേ ഇത് നന്നായിട്ട് പഴുക്കത്തുള്ളതാണ്. അപ്പം ഞങ്ങളത് തിന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അടുത്ത ദിവസമാണ് കേട്ടോ എടുത്തത്. അന്ന് കുറച്ചൊക്കെ കഴിച്ചു നോക്കിയെങ്കിലും മധുരം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ എടുത്തത്. ചക്ക കുറേ നാൾ കാണാതിരുന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര കഴിക്കാനായിട്ട് ഭയങ്കര മോഹമാണല്ലോ. അപ്പോൾ അങ്ങനെ ചക്ക മേടിച്ചാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കയ്ക്ക് കേട്ടോ. ഒരു ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് വന്നേനെ ചക്കയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം എടുത്ത ചക്കയ്ക്കാണെങ്കിൽ ആദ്യം എടുത്ത ചക്കയും പഴുത്തത് തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം എടുത്ത ചക്ക എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് തന്നെ നമുക്കത് കഴിക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കാനായിട്ടുണ്ട്. മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അപ്പം ചക്കമുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂരം കാണാൻ വേണ്ടിയിട്ട് പോയേ.
കുറേ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് തേര് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം ഭയങ്കര തിരക്കായിരുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.